കോഴിക്കോട് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ ആക്രിക്കടയിൽ നൽകിയതായി കോൺഗ്രസ് പരാതി. സാധാരണക്കാരുടെ അപേക്ഷകൾ ഉൾപ്പെടെയുള്ള രേഖകളാണ് ആക്രിക്കടയിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതികരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല. കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, ഈ രേഖകളൊക്കെ എങ്ങനെയാണ് ആക്രിക്കടയിലെത്തിയത്? ഇന്നലെ UDF പ്രവർത്തകർക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ആക്രിക്കടയിലേക്ക് എത്തിയത്. അവിടെ നിന്നുമാണ് അവർക്ക് ഈ കയ്യിൽ കാണുന്ന ഈ രേഖകളൊക്കെ കിട്ടിയത്. ഇതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമുള്ളത് ഈ ആളുകളുടെ സ്വകാര്യ രേഖകൾ ഉൾപ്പെടെ ഈ ആക്രിക്കടയിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വ്യക്തിയുടെ റേഷൻ കാർഡിന്റെ കോപ്പി ഉൾപ്പെടെയാണ് ഈ ആക്രിക്കടയിൽ നിന്നും ലഭിച്ചത്. ചട്ടപ്രകാരം അജണ്ട പാസാക്കി വേണം ഈ രേഖകളൊക്കെ നശിപ്പിക്കേണ്ടത്. പക്ഷേ അതിന് പകരം പൊതുസ്ഥലത്ത് ഒരു ആക്രിക്കടയിലാണ് ഈ ആളുകളുടെ സ്വകാര്യ രേഖകളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ വിഷയത്തിൽ നമ്മൾ പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ കാര്യമായ ഒരു പ്രതികരണത്തിനൊന്നും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും വലിയ പ്രതിഷേധം ഈ ഭാഗത്തുണ്ട്. UDF പ്രവർത്തകർ നമുക്കൊപ്പം ഉണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ നിങ്ങൾക്കൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടുന്നത്. എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ? കുരുവട്ടൂർ പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തികൾ നൽകിയ അപേക്ഷകൾ ഉൾപ്പെടെ അവരുടെ സ്വകാര്യ രേഖകളായ ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ അടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള അപേക്ഷകൾ ഉൾപ്പെടെ, പ്രധാനപ്പെട്ടതായിരിക്കുന്ന അപേക്ഷകൾ ഉൾപ്പെടെ ഒരു സ്വകാര്യ ഏജൻസിക്ക് കുരുവട്ടൂർ പഞ്ചായത്തിന്റെ ഇടതുപക്ഷ ഭരണസമിതി വിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ അപേക്ഷകളും ഡിസ്പോസ് ചെയ്യണമെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗം വിളിച്ചു ചേർത്ത്, അജണ്ട വിളിച്ചു ചേർത്ത് അതിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ആ രീതിയിലുള്ളതായിരിക്കുന്ന ചട്ടപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കാര്യവും തന്നെ പഞ്ചായത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ സ്വകാര്യ ആക്രിക്കടയിൽ ഉള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഏറ്റവും ഗൌരവമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ രേഖകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF കുരുവട്ടൂർ പഞ്ചായത്തിൽ വിജയം ഉറപ്പുവരുത്തുമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ക്രമക്കേടുകൾ, ഞങ്ങൾ നടത്തിയ അഴിമതികൾ ഇതിനെയെല്ലാം തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സ്വകാര്യ ഏജൻസിക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത് വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കാണ് കാര്യങ്ങൾ പോകണം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ്. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് JD ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, JD, വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകാൻ വേണ്ടി UDF തീരുമാനിച്ചിരിക്കുന്നു. തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ആളുകളുടെ സ്വകാര്യ രേഖകൾ, അതിൽ തന്നെ ഇവർ ഈ ആക്രിക്കടയിൽ നിന്നും അത് കണ്ടെത്തുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ സ്വകാര്യ രേഖകൾ, അപേക്ഷകൾ ഉൾപ്പെടെയാണ് ഈ ആക്രിക്കടയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് കാണാം, ഇതാ തെരഞ്ഞെടുപ്പ് കാർഡാണ് ഒരു വ്യക്തിയുടെ, അതിന്റെ ഒരു ഫോട്ടോ കോപ്പി ഉൾപ്പെടെ. അങ്ങനെ ആളുകളുടെ സ്വകാര്യ രേഖകളാണ് ഈ ആക്രിക്കടയിലേക്ക് പോയത്. പലതരത്തിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാധനം വളരെ ാണ് ഇങ്ങനെ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളത്. ഇത് ഒരു പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട് കളഞ്ഞതാകാം എന്ന് പറയാം. പക്ഷേ അപ്പോൾ പോലും ആക്രിക്കടയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ആളുകളുടെ സ്വകാര്യ രേഖകൾ കണ്ടെത്തിയത് എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഈ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും കൃത്യമായി അവർ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഇവർ തയ്യാറെടുക്കുന്നത്. ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാൻ.